ജനുവരി 26-നാണ് പോക്സോ അതിജീവിതയെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തി പ്രതി ആക്രമണം നടത്തുകയായിരുന്നു. സുഹൃത്തായ ഇയാൾ നേരത്തെയും പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഇയാൾ പെൺകുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി ഷോളിൽ തൂങ്ങി ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇയാൾ ഷോൾ മുറിച്ച് പെൺകുട്ടിയെ താഴെയിടുകയായിരുന്നു. പെൺകുട്ടിയെ വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ ഉറുമ്പരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത് ജനുവരി 26-ന് വൈകിട്ടാണ്. അർദ്ധനഗ്നയായിരുന്ന പെൺകുട്ടിയുടെ തലയിലും മുഖത്തും ഗുരുതരമായി ക്ഷതമേറ്റിരുന്നു. ഇക്കഴിഞ്ഞ വർഷമായിരുന്നു അനൂപ് 19-കാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. ഇയാൾ അടിക്കടി യുവതിയുടെ വീട് സന്ദർശിക്കുകയും പരിചയം വളരുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബന്ധത്തിൽ വിള്ളൽ വീഴുകയുണ്ടായി. യുവതി മറ്റുള്ളവരുമായി സംസാരിക്കുന്നുവെന്നും തന്നെ യുവതി ചതിക്കുകയാണോ എന്നും ഇയാൾ സംശയിച്ചിരുന്നു. പലതവണ യുവതിയെ ഫോണിൽ വിളിക്കാൻ അനൂപ് ശ്രമിച്ചിരുന്നെങ്കിലും യുവതി ഫോൺ കോളുകൾ എടുത്തിരുന്നില്ല. ഇതോടെ ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും മരണം വരെ നീളുന്ന ക്രൂരതകൾ അരങ്ങേറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്.